ഹേ ഗായ്സ്, ഈ കുഞ്ഞു പട്ടുപ്പാവാട എങ്ങനെയുണ്ട്? ഈ പട്ടുപ്പാവാട ഞാൻ നേരിയത് വെച്ച് കൈത്തയ്യൽ വെച്ചതാണ്. അതായത് വാവച്ചിക്ക് ഒരു 2-3 സ്ഥലത്ത് ചോറൂണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 2-3 നേരിയതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കരുതി ഇതൊക്കെ വെച്ചൊരു കുഞ്ഞു പട്ടുപ്പാവാട തട്ടിക്കൂട്ടാമെന്ന്. തട്ടിക്കൂട്ടി തുടങ്ങിയപ്പോഴല്ലേ മനസ്സിലായത് ഇതിൽ ഇച്ചിരി പണിയുണ്ട്. കാര്യം ഫുൾ കൈത്തയ്യലല്ലേ. വാവച്ചി ഉറങ്ങിയാലേ തയ്ക്കാൻ പറ്റൂ, വാവച്ചി കണ്ടാൽ ഇതിൽ പിടിച്ച് വലിക്കുന്നു, സൂചി അവൾ കയ്യിൽ തൊടരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ ഇതിൻ്റെ പണി തുടങ്ങിയത്. കുഞ്ഞുടുപ്പും കുഞ്ഞു പാവാടയും തയ്ച്ചു. അതുപോലെ തന്നെ ഞാൻ കരുതി ഇതിൽ ചെറിയൊരു പെയിൻറ്റിങ് വർക്കും കൂടെ കൊടുത്താലോ. പിൻട്രസ്റ്റ് ഉണ്ടല്ലോ, പിൻട്രസ്റ്റ് നോക്കി എന്നെ കൊണ്ട് പറ്റുന്നൊരു കുഞ്ഞു ലോട്ടസ് റഫർ എടുത്ത് ഞാനങ്ങ് പരിപാടി തുടങ്ങി. ആക്ച്വലി എനിക്ക് പെയിൻറ്റിംഗ് ഒന്നും വലിയ വശമില്ല, ഞാൻ ഒരു ബിഗിനറാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ അവളുടെ സ്കേർട്ടിലൊരു 3 ലോട്ടസും ഉടുപ്പിൽ ചെറിയ ചെറിയ ലോട്ടസിൻ്റെ പ്രിൻറ്റും ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. ഈ സ്കേർട്ടിലെ ലോട്ടസിനൊരു പ്രത്യേകതയുണ്ട്, 3 ഷേപ്പും 3 ടൈപ്പുമാണ്. ഒരറ്റകൈ പ്രയോഗം എന്ന് പറയുന്നത് പോലെ അതിൻ്റെ സ്കേർട്ടിലെ പരിപാടി ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. ഉടുപ്പിലും ഒരു കുഞ്ഞു കുഞ്ഞു പ്രിൻറ്റും കൊടുത്തു. ആക്ച്വലി ഇതിൻ്റെ ഔട്ട്ലുക്ക് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഞാൻ ഒരുപാട് പ്രൗഡാണ്, ഒരുപാട് ഹാപ്പിയാണ്. എൻ്റെ വാവച്ചി ഇട്ട് കണ്ടപ്പോൾ ഞാൻ അതിലേറെ ഹാപ്പിയാണ്. കാര്യം എൻ്റെ കൊച്ചു സുന്ദരി ഇതിട്ടപ്പോൾ കുറച്ചും കൂടെ സുന്ദരിയായി.